അതിനിടയിൽ ഒരു പ്രതിഷേധം കൂടി മേപ്പാടിയിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് പോവുകയാണ്. കമലുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. കമൽ, ഇന്നും അവിടെ പ്രതിഷേധമുണ്ട്. CPM-ന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധമെന്ന് മനസ്സിലാക്കുന്നു. ഏത് തരത്തിലാണ് ഈ അരിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ഗൗരവതരമായി സമീപിക്കുന്നത് സർക്കാരും മറ്റ് സംവിധാനങ്ങളും? ഏത് തരത്തിലാണ് അവിടെ രാഷ്ട്രീയമായും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായും അവിടെ പ്രതിഷേധങ്ങളും ചർച്ചകളും നടക്കുന്നത്? രതീഷ്, രാഷ്ട്രീയമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് CPM-ന്റെയും മറ്റ് LDF പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്നത്. ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. അന്തർ സംസ്ഥാന പാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കി. ഇന്ന് രാവിലെ വന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. അതായത് 2 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതായി പരാതി ഉയർന്നിരുന്നു. അതായത് ഈ പഞ്ചായത്ത് വിതരണം ചെയ്ത കിറ്റിലെ സോയാബീൻ കഴിച്ചതുകൊണ്ടാണ് ഈ ഛർദിയും വയറിളക്കവും വന്നത് എന്നാണ് പരാതി. അതിലൊരു കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി, പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റൊരു കുട്ടി ചികിത്സ തേടിയിട്ടില്ല, പക്ഷേ മറ്റൊരു കുട്ടിക്കും ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നു. ഈ രക്ഷിതാക്കൾ പറയുന്നത് ഈ കിറ്റിലെ സോയാബീൻ ഈ കുട്ടികൾ കഴിച്ചിരുന്നു. ഒരു കുട്ടി കുറച്ച് ദൂരെയുള്ള കുട്ടിയാണ്. ആ ബന്ധുവീട്ടിലേക്ക് ഈ സോയാബീൻ നൽകിയിരുന്നു. അങ്ങനെ ഈ സോയാബീൻ കഴിച്ചതിൽ നിന്നാണ് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ആരോപണം. മന്ത്രി P. പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ഈ രക്ഷിതാക്കളെ സന്ദർശിച്ചിരുന്നു. പക്ഷേ മന്ത്രിയും പറഞ്ഞത് സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതിയുണ്ട്, അത് പരിശോധിക്കണമെന്നാണ്. എന്തായാലും പക്ഷേ ഈ വിഷയം വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു. CPIM നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിമാരുടെ അടക്കം നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. അവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. നേരിയ സംഘർഷവും ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. മേപ്പാടിയിലാണ് പ്രതിഷേധമുണ്ടായത്. CPM-ന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം.